പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 58-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ല അറിഞ്ഞിടേണം. നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ല അറിഞ്ഞിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. നവനവം പുതുപുത്തനായ ജീവിതാനുഭവങ്ങൾ. ഇന്നലെ ഇന്ന്, ഇന്നലെ ഇന്ന്. നാളെ മറ്റേ ദിവസം, നാളെ മറ്റന്നാൾ. ഇതിങ്ങനെ കേവലമായ കാലത്തെ വെട്ടിമുറിച്ച് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചിന്ത ചെയ്തിടാതെ, ചിന്തയിൽ ഏർപ്പെടാതെ, അവിരതം വിരാമമില്ലാതെ എണ്ണി അളന്നിടുന്നതെല്ലാം, എണ്ണിയും അളന്നും അറിയുന്നതെല്ലാം ഭ്രമം, ഭ്രമം മാത്രമാണ്. ഒരു ഭേദവുമില്ല. കാലത്തിൻ്റെ പൊരുൾ ഏകമാണ്. അതിൽ ഒരു ഭേദവും ഇല്ല. അറിഞ്ഞിടേണം, ഇങ്ങനെ അറിയണം. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. പുതുപുത്തനായ ജീവിതാനുഭവങ്ങൾ. ഇന്നലെ ഇന്ന് നാളെ മറ്റന്നാൾ. കേവലമായ കാലത്തെ വെട്ടിമുറിച്ചു മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചിന്തയിൽ ഏർപ്പെടാതെ, വിരാമമില്ലാതെ എണ്ണിയും അളന്നും അറിയുന്നതെല്ലാം ഭ്രമം മാത്രമാണ്. കാലത്തിൻ്റെ പൊരുൾ ഏകമാണ്. ഇതിലൊരു ഭേദവുമില്ല. ഇങ്ങനെ അറിയണം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. പഴയതിനെ കളഞ്ഞ് പുതിയതിനെ കൈക്കൊള്ളാനാണ് നമ്മളിൽ പലരും കൊതിക്കുന്നത്, അല്ലേ? നമ്മൾ എന്ത് സാധനമാണെങ്കിലും കുറേ കഴിയുമ്പോൾ അത് പഴയതായി. അപ്പോൾ തോന്നും ഇതിനെ മാറ്റണം, ഇനിയും പുതിയതിനെ വാങ്ങണം. അങ്ങനെയാണ് നമ്മളിൽ എല്ലാവരും. മനസ്സെന്നും പുതുമ തേടുന്ന സ്വഭാവം ഉള്ളതാണ്. ഒന്നിനെ കാണുമ്പോൾ അതിനെ പുതിയതെന്നും പഴയതെന്നും മനസ്സ് വിവേചിച്ചറിയുന്നു. പഴയതിനെ നമ്മൾ എന്തു ചെയ്യും? തള്ളിക്കളയും. പുതിയതിനെ കൈക്കൊള്ളും. നമ്മൾ ഒന്നിനെ പുതിയതെന്നും പഴയതെന്നും തരംതിരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാലബോധത്തിലാണ് എല്ലാ അനുഭവങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നത് ഒരു കാലയളവാണ്. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. സംഭവിച്ചതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? അതിരിക്കുന്നത് അവരവരുടെ സ്മരണയിലാണ്. ആ സ്മരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്ന് നാം പറയുന്നത്. ഇന്ന് ഇന്നലെയേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമുള്ളതാണ്. ഇന്നിനെ വെച്ചുകൊണ്ടാണ് വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചും നാം ഓരോരുത്തരും ചിന്തിക്കുന്നത്. സ്വാമി തൃപാദങ്ങൾ ഏകമായ കാലധാരയെ ഖണ്ഡിക്കുന്നതിനെ ഭ്രമം എന്നാണ് വിളിക്കുന്നത്. ഇന്നലെയെന്നും ഇന്നെന്നും നാളെയെന്നും ഉള്ള കൽപ്പനകൾ ഭ്രമങ്ങളാണ്. മനസ്സിനുണ്ടാകുന്ന ചില പ്രതീതികൾ മാത്രമാണത്. കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയതെന്നും പുതിയതെന്നും പറയുന്ന അനുഭവങ്ങളും ഭ്രമങ്ങൾ തന്നെയാണ്. കാലത്തിൻ്റെ ഈ ഭ്രമചിന്തയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ കേവല മഹിമയിലേക്ക് മനസ്സിനെ ഉയർത്തിയെടുക്കണം. ഭേദങ്ങളില്ലാതെ ആദ്യന്തവിഹീനമായ അറിവിൽ അനുഭവങ്ങൾ കാലഘടനയിൽ പെടാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതറിയുന്നവൻ മൃത്യുവിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന കാലത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തു കടക്കും. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.